എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ രുദ്രാക്ഷമരം? പിന്നെ മരത്തിലെ ശിവന്റെ കണ്ണുകൾ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ശിവന്റെ കണ്ണുകളുണ്ട്. അപ്പൊ ഞാനൊരു അമ്പലത്തിൽ പോകുമ്പോ തിരുമേനിയെ കാണിച്ചു കൊടുക്കും. ശിവന്റെ കണ്ണുകളുണ്ട്. തിരുമേനിക്ക് അറിയില്ല. ഇത് ഭദ്രാക്ഷമാണ്. ഭദ്രാക്ഷത്തിൽ വരുന്നതാണ് ഈ കണക്ഷൻ. ഇത് ഒരു നല്ല റേറ്റിന് സെയിലാക്കുന്നുണ്ട്. ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ പേരിലാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. പോയിസന്റെ ബീഡാണ്. ആക്ച്വലി ഇത് ഇടാൻ പാടില്ല, ധരിക്കാൻ പാടില്ല. പോയിസന്റെ ബീഡാ. ഭദ്രാക്ഷം ധരിക്കാനേ പാടില്ല. ഏറ്റവും വലിയ രുദ്രാക്ഷം സ്പോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്തോനേഷ്യയാണ്. പപ്പുവ ബീഡ് എന്ന് പറയും. ഇത് ഭയങ്കര റയർ ബീഡാണ്. ഒരു മുഖം ഒറ്റ ലൈനുള്ളൂ. സോ നേപ്പാള് നമ്മുടെ അരുൺ വാലി 2 മുഖം. ഇതിൽ തന്നെ പല ഷേപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ ഗണേഷ് മുഖി. ഒരു രുദ്രാക്ഷം വാങ്ങി ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് രുദ്രാക്ഷങ്ങളുടെ കൂട്ടുകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന മിസ്റ്റർ കിരൺ വിശ്വനാഥാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ രുദ്രാക്ഷവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്? ഏകദേശം ഒരു 10 year ആയി ഞാൻ ഈ രുദ്രാക്ഷത്തിന്റെ പിന്നാലെ. 2015 സ്റ്റാർട്ട് ചെയ്തത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ നടയിലിരിക്കുമ്പോഴാണ് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരെ പരിചയപ്പെട്ടു. ഈ രുദ്രാക്ഷങ്ങൾ എവിടെ നിന്നാണ് കിട്ടണമെന്ന് ചോദിച്ചു. സോ അവരെ ഡീറ്റെയിൽസ് തന്നു. പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ സ്റ്റാർട്ടായി. 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും എന്താണ് ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത്? രുദ്രാക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി എലിയോസ്കാർപ്പസ് എന്നാണ് അതിൻ്റെ രാസനാമം വരുന്നത്, സയൻറ്റിഫിക് നെയിം. ഒരു പണ്ട് കാലത്ത് മുതലേ ഈ മരങ്ങൾ ഇന്ത്യയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിൻ വരുന്നത് നേപ്പാളാണ്. സോ നേപ്പാളാണ് ഒറിജിനൽ രുദ്രാക്ഷങ്ങൾ കിട്ടുന്നതാണ് എല്ലാവരും പറയാറ്. പക്ഷെ നമ്മുടെ കേരളത്തിലും ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 600ഓളം മരങ്ങളെ സ്പോട്ട് ചെയ്തു. അതിൽ തന്നെ ഒരു 50,000 രുദ്രാക്ഷങ്ങൾ ഇപ്പം എൻ്റെ കളക്ഷനിലുണ്ട്. 50,000. ഓക്കെ, ഇതിനൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടല്ലോ രുദ്രാക്ഷം. എന്താണ് സ്പിരിച്വൽ കണക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈവിളായി, അതുപോലെ തന്നെ ഈ താന്ത്രിക കർമ്മങ്ങൾക്ക്, അതായത് അതിന് ചില രുദ്രാക്ഷങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ മൈൻഡ് കാംനെസ്സിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു 5 മുഖത്തിൻ്റെ ഒരു മണി ഇടുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എനർജി ഇതുമേ തട്ടി തിരിച്ചു പോകും. സോ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് രുദ്രാക്ഷത്തിൽ തന്നെ. അതെ, ഈ 5 മുഖങ്ങളുടെ കണക്ക് പറയുമല്ലോ, എന്താണ് ശരിക്കും? അത് ആക്ച്വലി 1 മുഖം മുതൽ 32 മുഖം വരെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കേരളത്തിൽ ഞാൻ സ്പോട്ട് ചെയ്തത് ഒരു മുഖം മുതൽ 14 മുഖം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5 മുഖം എന്ന് പറയുന്നത് കോമൺ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതിന് മേലെ നമ്മൾ നാള് നോക്കിയിടണം. അത് ചില ആളുകൾക്ക് ഇപ്പം എൻ്റെ ചോദ്യം നാളാണ് 8 മുഖമാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, നവരത്തിനൊക്കെ ഇടുന്ന പോലെ. ഓക്കെ, ഇപ്പൊ കയ്യിലുള്ള രുദ്രാക്ഷങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് രുദ്രാക്ഷങ്ങളുണ്ട്. അത് ആക്ച്വലി 1 മുഖം എന്ന് പറഞ്ഞ രുദ്രാക്ഷം ഇല്ല. അപ്പം അതിന് പകരമായിട്ടാണ് സവാർ എന്ന് പറയും. 1 മുഖം സവാർ. ഇത് ഏകദേശം നേപ്പാളാണ്. അതാണ് ഇങ്ങനെ ഒരു ഈ സ്നേക്ക് ഷേപ്പുള്ളത് സവാർ രുദ്രാക്ഷം. പിന്നെ ഇത് ഭയങ്കര റയർ ബീഡാണ്. 1 മുഖം ഒറ്റ ലൈനേ ഉള്ളൂ. സോ നേപ്പാള് നമ്മുടെ അരുൺ വാലി മലനിരകളാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. 1 മുഖം. പിന്നെ ഭദ്രാക്ഷൻ 2 മുഖം. ഇതിൽ തന്നെ പല ഷേപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ ഗണേഷ് മുഖി, തുമ്പിക്കായ് ഷേപ്പുള്ളത് ഗണേഷ് മുഖി. പിന്നെ ഏറ്റവും വലിയ രുദ്രാക്ഷം സ്പോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്തോനേഷ്യയാണ്. പപ്പുവ ബീഡ് എന്ന് പറയും. ഇത് അവിടുന്ന് കളക്ട് ചെയ്തത്? അവിടുന്ന് കളക്ട് ചെയ്തത്. കാരണം എനിക്ക് ഫ്രണ്ട്സ് അബ്രോഡ് ഉണ്ട്. സോ അവർ അയച്ചു തരും പപ്പുവ ബീഡ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് കോമൺ രുദ്രാക്ഷമാണ്, കുറച്ച് സൈസ് വലിപ്പമെന്നുള്ളൂ നമ്മുടെ ഇന്ത്യൻ ബീഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സെയിം ഇതേപോലെ തന്നെ നേപ്പാൾ ബീഡ് പറയുമ്പോൾ ഇതാണ് നേപ്പാൾ രുദ്രാക്ഷം. അതാണ് ഡിഫറൻസ്. ഓക്കെ, നേപ്പാൾ ബീഡ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഭദ്രാക്ഷം 2 മുഖത്തിന്റെ. ഈ മുഖങ്ങൾ എന്ന് പറയുന്നത് ഒരു രുദ്രാക്ഷത്തില് എങ്ങനെയാണത്? മുഖം നമ്മൾ ഈ വരകൾ നോക്കിയിട്ടാണ് നമ്മൾ മുഖങ്ങൾ തിരിച്ചറിയുന്നത്. ആക്ച്വലി ഇപ്പൊ ഇതിൽ തന്നെ ഈ വരകൾ കണ്ടില്ലേ, 1 2 3 4 5. അപ്പോൾ ഇത് 5 മുഖം. സോ വരകൾ കൂടുന്നതനുസരിച്ചാണ് നമ്മൾ മുഖങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ 1 to 14 ഫേസ് ആണ് മെയിൻലി സിദ്ധമാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറ്. പിന്നെ ബാക്കിയുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെറിയ വിലയ്ക്ക് വാങ്ങുന്നതും ലക്ഷങ്ങളുടെയും രുദ്രാക്ഷങ്ങളുണ്ടല്ലോ, അതെന്താണ് വ്യത്യാസം? അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി 1 മുഖം എന്ന് പറഞ്ഞ രുദ്രാക്ഷം ഇല്ല. അത് ഒരു ലൈൻ പറഞ്ഞ് അവർ സെല് ചെയ്യണത് ഈ വ്യതിയാനം വരെ രുദ്രാക്ഷങ്ങളാണ്.
നമ്മളത് ഒരു സ്കാൻ ചെയ്യാൻ നമുക്ക് അതിന്റെ കറക്റ്റുള്ളിൽ 5 സീഡ് കാണാൻ പറ്റും. ശരിക്കും ഒരു മുഖം ഇല്ല. അപ്പോൾ ഒരു മുഖത്തിനാണ് 1 ലക്ഷം 5 ലക്ഷം വിലയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 14 മുഖം, അങ്ങനെ മുഖങ്ങൾ കൂടുന്നതിനനുസരിച്ചാണ് എമൗണ്ടുകൾ റേസ് ആയി വരുന്നത്. 5 മുഖം കോമൺ ആണ്, അതൊരു 30-50 റുപ്പീസിന് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രുദ്രാക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്, നല്ലോണം ഉണ്ട്. കാരണം ഇനീഷ്യൽ സ്റ്റേജസിൽ അത്യാവശ്യം നല്ല ട്രോൾസും കളിയാക്കലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് രുദ്രാക്ഷങ്ങൾ എന്തിനാ കളക്ട് ചെയ്യണേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ ഒന്നും പറയാൻ പോകില്ല, ജസ്റ്റ് സ്മൈൽ ചെയ്യുള്ളൂ. അപ്പം ഞാൻ കാലങ്ങൾ കടന്നു പോയപ്പോൾ ഇപ്പോൾ പുരസ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതെനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാരണം വേറൊരു ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല, ജസ്റ്റ് രുദ്രാക്ഷം കളക്ട് ചെയ്ത് വെക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. അതെ, ഇപ്പൊ കുറെ അവാർഡുകളൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഗിന്നസ് ഏഷ്യ, ഇന്ത്യ ബുക്ക്, കേരള ബുക്ക്, ഓൾമോസ്റ്റ് ഒരു 37 വേൾഡ് റെക്കോർഡ് ഉണ്ട് കയ്യിൽ ഇപ്പോൾ. അതെ, ഇപ്പൊ മുന്നോട്ട് ഇനി എന്താണ്? ഇനിയിപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശോഭിത് യൂണിവേഴ്സിറ്റി മീററ്റിലാണ് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയിപ്പോൾ പല കോളേജുകളും വിളിക്കുന്നുണ്ട്, മണ്ണൂത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരുന്നുണ്ട്, അവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. സോ നോക്കുന്നുണ്ട്. സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, തൊട്ടടുത്തായതുകൊണ്ട്. അതെ, കയ്യില് രുദ്രാക്ഷത്തിന്റെ ഒരു ഇതില്ലേ? അതുണ്ട്. അത് രുദ്രാക്ഷം തന്നെയല്ലേ? ഇത്രയും ചെറിയ രുദ്രാക്ഷം മുതൽ അത് ഇന്തോനേഷ്യൻ ബീഡാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ ഞാൻ അടുത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒരു രുദ്രാക്ഷം. ഇത് കേരളത്തിലുള്ളതാണോ? ഇത് ഇന്ദിരാക്ഷം എന്ന് പറയും. ആക്ച്വലി ഇതിന്റെ ഒറിജിനൽ ശ്രീലങ്കയാണ്. ഇവിടെ അറിയപ്പെടുന്നത് കാരക്ക എന്ന പേരിലാണ്. നമ്മൾ ഈ കാരക്ക, കാരക്ക. അതെ, അത് പക്ഷെ ആർക്കും അറിയില്ല. അത് ഇവിടെ വന്നപ്പോൾ പേര് മാറിയതാ, കാരക്ക എന്ന് മാറിയതാണ്. ശരിക്കും അതിന്റെ ഒറിജിൻ ശ്രീലങ്കയാണ്, ഗൂഗിളിൽ അറിയാൻ പറ്റും. അവിടെ ഇന്ദിരാക്ഷം എന്ന് അറിയപ്പെടുന്നത്. അവിടെ പല അമ്പലത്തിന്റെ മുറ്റത്തുണ്ട്. നമ്മുടെ ഇവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ മുറ്റത്തും രുദ്രാക്ഷം എന്ന് പറഞ്ഞവർ വെച്ചിട്ടുണ്ട്. അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതാണ്? അല്ല, മരം, ജസ്റ്റ് മരം. ഇതും സാധാരണ രുദ്രാക്ഷങ്ങളും ഇതുപോലെയാണോ? ഒരു ഫ്രൂട്ടിനാൽ ആവരണം? അതെ അതെ, എല്ലാം ഒരു കവർ ചെയ്തിരിക്കുക ഫ്രൂട്ട് കൊണ്ട്. നമ്മൾ പീൽ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്താണല്ലേ ഇതെല്ലാം? അതുപോലെ ഞാൻ ആ ബോക്സിൽ ഒരു ഇങ്ങനെ കൊമ്പ് പോലുള്ള കുറച്ച് രുദ്രാക്ഷങ്ങൾ കണ്ടിരുന്നു. അതിനെ പറ്റി ഒന്ന് പറയാമോ? അത് ആക്ച്വലി ഗരുഡമുഖം എന്ന് പറയും. ഒരു തേള് പോലെയോ അങ്ങനെ ഒരു? അതുണ്ട്. കൊമ്പുണ്ട്. അത് നമ്മുടെ ഭദ്രാക്ഷത്തിൽ തന്നെ വരുന്നതാണ്. 2 ജോയിന്റ് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം കാണിച്ച ആ കൊമ്പുള്ളത് ഇത് ഭദ്രാക്ഷമാണ്. ഭദ്രാക്ഷത്തിൽ വരുന്നതാണ് ഈ കണക്ഷൻ. ഇത് ഒരു നല്ല റേറ്റിന് സെയിലാക്കുന്നുണ്ട്. ഒരു 15,000 റുപ്പീസൊക്കെ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ പേരിലാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. പക്ഷെ ഇത് പോയിസന്റെ ബീഡാണ്. ആക്ച്വലി ഇത് ഇടാൻ പാടില്ല, ധരിക്കാൻ പാടില്ല. പോയിസന്റെ ബീഡാ. ഭദ്രാക്ഷം ധരിക്കാനേ പാടില്ല. പല അമ്പലത്തിലും അവിടെ പൂജാരിമാരെ കഴുത്തിൽ ഞാൻ ഈ ഒരു മുഖം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാവരും ഒരു മുഖം എന്ന് പറഞ്ഞ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ് പല അമ്പലത്തിലും. പക്ഷെ ഇത് പോയിസന്റെ ബീഡാണ്. മാത്രമല്ല ഇത് പ്ലാസ്റ്റിക് ആണ്. പോയിസൺ എന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ പോയാലാണോ? അല്ല, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈ ബോഡിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഞങ്ങളുടെ റിസർച്ചിൽ കണ്ടുപിടിച്ചത്. ആക്ച്വലി ഇത് ഭദ്രാക്ഷമാണ്. രുദ്രാക്ഷം നമ്മൾ ധരിക്കാൻ പാടുള്ളൂ. പലരും ഇത് ധരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പോയിസന്റെ ബീഡാണ് ഞാൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, മെയിനായിട്ട് ഇത് നിലവിൽ ദുർലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് പ്ലാസ്റ്റിക് ആണിത്. ഇതിന്റെ ഒറിജിനലിന് എത്ര വില ഉണ്ടാവും? ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. അതിനൊരു 1500 സംതിങ് വരികയുള്ളൂ. 1500 ഉള്ളൂ. ഇതാണ് അതിന്റെ ഒറിജിനൽ. പ്ലാസ്റ്റിക് കളർ ചേഞ്ച് ആവില്ല. ഒറിജിനൽ ആണെങ്കിൽ ഈ കളറിലേക്ക് വരും. ഇത് പഴക്കം കൂടുന്തോറും ഇതാവുന്നതാണ്. ഫസ്റ്റ് ബ്രൗണിഷ് ആവും, പിന്നെ ബ്ലാക്ക് കളറായിട്ട് മാറും. നമ്മൾ ബോഡി ടച്ച് ചെയ്തിട്ട് ഈ കളറിലേക്ക് എത്തും. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കളർ മാറില്ല. ഇത് അവർ കളർ അവർ ചെയ്തു വെച്ചതാണ്. കുറെ കൊല്ലം കഴിഞ്ഞാൽ ഈ യെല്ലോ ആയിട്ടിരിക്കുള്ളൂ. സിമ്പിൾ വഴിയുണ്ട്. ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാ ഒറിജിനല് താന്ന് പോവും, പ്ലാസ്റ്റിക് പൊന്തി കിടക്കും. സിമ്പിൾ വഴി. അതാണത് നമുക്ക് അറിയാനുള്ള ഏറ്റവും ബെറ്റർ. ശരിക്കും ഒരു രുദ്രാക്ഷം വാങ്ങി ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് നമ്മൾ നോക്കുക, അതിന്റെ ക്രാക്ക് വീഴാണ്ടിരിക്കാൻ നോക്കണം. വിള്ളലുകൾ, അത് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് നോക്കി വാങ്ങുക. പിന്നെ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ആണോ ഫൈബർ ആണോ വാട്ടർ ടെസ്റ്റ് ചെയ്താൽ മതി. ഇത് രണ്ടും. ഈ രുദ്രാക്ഷത്തിൽ ഹോൾ ഇടുന്നത് കൊണ്ട് പ്രശ്നമില്ല? ഇല്ല, കാരണം അതിൽ നാച്ചുറൽ ഹോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ വഴി ഇട്ടാൽ മതി. ഓൾറെഡി ഹോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മാല, ഒരു ചെറിയൊരു ത്രെഡ് കോർത്താൽ മതി.
അത്യാവശ്യം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തെങ്കിലും പരിചരണം അങ്ങനെയൊക്കെ? പരിചരണം ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നാൽപ്പാമര വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി ഏതെങ്കിലും നല്ല എണ്ണയിലോ കടുകെണ്ണയിലും ഇട്ട് പോളിഷ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും രുദ്രാക്ഷം. കുറെ കാലം പൊട്ടിപ്പോകാണ്ട് സസ്റ്റെയിൻ ആയിട്ട് നിൽക്കും. ഓക്കെ. ഈ രുദ്രാക്ഷം ധരിച്ച രുദ്രാക്ഷം പൊട്ടിപ്പോയാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? അതുണ്ട്. കാരണം നമ്മൾ ധരിച്ച രുദ്രാക്ഷം ഒരാൾക്ക് കൈമാറാൻ പാടില്ല. പിന്നെ ക്രാക്ക് വീഴുകയോ പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അത് മാറ്റണം അപ്പോൾ തന്നെ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അതിൽ അബ്സോർബ് ആവും. ഒരാൾ ധരിച്ചത് മറ്റൊരാൾ ധരിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. സപ്പോസ് നമുക്കത് എന്തെങ്കിലും നെഗറ്റീവ് തോന്നി അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തൊരു പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞാൽ മതി. അതാണ് കുറച്ചും കൂടി പണ്ടുകാലം മുതലേ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇതിന് സയന്റിഫിക് ബേസ് ഉണ്ടോ ഈ പറയുന്നത്? സയന്റിഫിക് ഉണ്ട്. കാരണം അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പാസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ടി വി എന്ന് പറഞ്ഞ റേസ് അതൊക്കെ ഇത് ഒബ്ജക്റ്റ് തട്ടി തിരിച്ചു പോകും. സോ അത് കുറച്ചും കൂടി എലിയോസ് കാർപ്പസിൻ്റെ ഒരു ഓറ അതിലുണ്ട് രുദ്രാക്ഷത്തിൽ. നെഗറ്റീവ് എനർജി ആയാലും പിന്നെ ആവശ്യമില്ലാത്ത കുറേ ഈ അതർ വേവ്സ് വരുമ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ഓറയുണ്ട്, അപ്പോൾ തട്ടി തിരിച്ചു പോകുന്നത്. ഓക്കെ. അപ്പോൾ ധരിക്കാവുന്ന നല്ല രുദ്രാക്ഷങ്ങൾ 5 മുഖം. 5 മുഖം മാത്രമാണ്? 5 മുഖം കോമൺ ആയിട്ട് ധരിക്കാം. പിന്നെ നമ്മൾ നാള് നോക്കി ധരിക്കണം. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതിപ്പോ എൻ്റെ 8 മുഖമാണ്. അത് വരുന്ന ചോദ്യ നക്ഷത്രം. പിന്നെ 6 മുഖം മുരുകൻ. അങ്ങനെ ഓരോ ഗോഡ്സിനും ഓരോന്നിങ്ങനെ നമ്മളതിൽ പൗരാണികത്തിൽ തന്നെ അവരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എന്നെ അറിയണവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ട രുദ്രാക്ഷം? ശിവൻ 1 മുഖം 5 മുഖം. അതെ, 5 മുഖം കാലാഗ്നി രുദ്രൻ എന്നാ പറയാ. കാലാഗ്നി രുദ്രൻ അതായത് ദ്രവിപ്പിക്കാനുള്ള ശക്തി ഉണ്ട് 5 മുഖത്തിന്. ബാക്കിയുള്ള ശത്രുക്കൾ, അതായത് ചുറ്റുമുള്ള ആ ഓറ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇത് പവർ അത് രുദ്രാക്ഷത്തിലുണ്ട് 5 മുഖം. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും 5 മുഖം ധരിക്കുന്നത്. ഓക്കെ. കഴുത്തിൽ മാത്രമാണോ ധരിക്കുക? അതെ. പിന്നെ കയ്യിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു ബ്രേസ്ലെറ്റിന്റെ ഇവിടെ ആഡ് ആക്കിയിടാം 5 മുഖം. ഓക്കെ. കഴുത്തിലും കയ്യിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബില് ഒരുപാട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇട്ടതിന് ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് റെക്കോർഡ് തന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ആ സമയത്ത് ഒരു 360ഓളം വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അറൗണ്ട് 2015 സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ തന്നെ 300ഓളം മരങ്ങൾ സ്പോട്ട് ചെയ്ത് അതിൽ തന്നെ 30,000 വീഡിയോ ഞാൻ ഫൗണ്ട് ചെയ്തു. എന്നിട്ട് ഞാൻ റെക്കോർഡിന് അയച്ചു കൊടുത്തു. സോ അവർ അപ്രൂവ് തന്നു. അതിന് ശേഷം പിന്നെ ഏഷ്യ ബുക്ക് അവരും കണ്ട് അവരും അപ്രൂവ് തന്നു. സോ ഏഷ്യ, അതുപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എൻ്റെ ചാനലിലുണ്ട്. തൃശ്ശൂർ രുദ്രാക്ഷ ചാനലിൻ്റെ പേര്. ഈ മരം സ്പോട്ട് ചെയ്യുന്നത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, മരം കാണും? അതെ. കാരണം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീക്കെൻഡ് ആകുമ്പോഴാണ് ഞാനിങ്ങനെ മരങ്ങൾ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അവിടെ പോകും. അങ്ങനെ കേരളത്തിൽ തന്നെ സ്പോട്ട് ചെയ്തതാണ്. ഒരു 360 മരങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണ് രുദ്രാക്ഷ മരങ്ങൾ? തൃശ്ശൂർ ജില്ലയിൽ തന്നെ. ശിവന്റെ പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടായിരിക്കാം. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. നമ്മുടെ ഇവിടെ തന്നെയുണ്ട്, ചുറ്റുമുണ്ട്, തൊട്ടടുത്ത. മെയിനായിട്ട് ശിവന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും രുദ്രാക്ഷങ്ങളുണ്ട്. ശിവക്ഷേത്രം രുദ്രാക്ഷ മരങ്ങളുണ്ട് അവിടെ ഉണ്ട്. അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ സാധാരണ നമുക്ക് ഒരു വീട്ടിൽ ഒരു രുദ്രാക്ഷ മരം നടണം എന്ന് തോന്നിയാൽ നമുക്ക് കിട്ടുമോ? ആക്ച്വലി അത് തൊട്ടടുത്ത നഴ്സറിയിൽ രുദ്രാക്ഷത്തിന്റെ തൈ സെയിലുണ്ട്. പക്ഷെ നമ്മൾ നോക്കി വെച്ചില്ലെങ്കിൽ നെഗറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ട്. അതുണ്ട്. കാരണം ഈ നമ്മൾ നോൺ യൂസ് ചെയ്യുമ്പോൾ, നോൺ വെജിറ്റേറിയൻ യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ആ മരത്തിനെ ബാധിക്കും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാധിക്കും. സോ അത് വീട്ടിൽ പാകം ചെയ്യുന്നു. പിന്നെ മരം നടുമ്പോൾ സ്ഥാനമൊക്കെ നോക്കി നടണം. അതായത് തിരുമേനിയെ കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് കറക്റ്റ് നോക്കി ചെയ്തില്ലെങ്കിൽ നമ്മളെ ദോഷമായിട്ട് ബാധിക്കും. അങ്ങനെയുണ്ട്. മരം നട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് പോയി സ്പോട്ട് ചെയ്യാറുള്ളൂ, നടാറില്ല. അതിൻ്റെ ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ദൂരെ നിന്ന് കാണുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു രുദ്രാക്ഷ മരം കണ്ടുപിടിച്ചാൽ ഇതിന്റെ ചോട്ടിൽ രുദ്രാക്ഷം വീണ് കിടക്കുന്ന അവസ്ഥയിലാണോ കാണുക? മനോഹരമായി. അതെ, കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ ഏതെങ്കിലും അമ്പലത്തിൽ പോവാണെങ്കിൽ ആദ്യം മരം ഉണ്ടാവും നോക്കുക. ദൂരെ നമുക്ക് ആ വ്യൂ കിട്ടും. അപ്പൊ ജസ്റ്റ് അവിടെ പോയി തിരുമേനിയോട് പെർമിഷൻ ചോദിച്ചാൽ 2 എടുത്തോട്ടെ നോക്കും. നോക്കിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തി തിരുമേനിയോട് ചോദിച്ചിട്ടാണോ? പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. കാരണം അവരത് നട്ടതാണല്ലോ. സോ അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പെർമിഷൻ ചോദിച്ചിട്ടാണ്. സാധാരണ ആൾക്കാർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാറുണ്ടോ? ഉണ്ട്. ചിലവർ കൊടുക്കാറുണ്ട്, ചിലവർ കൊടുക്കാറില്ല. കാരണം നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കുക, അതാണ് എല്ലാവരും പറയാറ്. അവിടെ പോയി ഓഫീസിലോ അല്ലെങ്കിൽ തിരുമേനോട് ചോദിച്ചെടുത്താൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് മോഷ്ടിച്ചെന്ന രീതിയിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ നെഗറ്റീവ് നമ്മളെ ബാധിക്കും. അത് മോഷണം പോലെയാകും. മോഷണം പോലെയാകും. ചോദിച്ചെടുക്കാനാണ് നല്ലത്, അതാണ് എല്ലാവരും പറയാറ്. ഒന്നാമത് ഈ മരം
മരത്തിന്റെ അടിയിൽ എന്തായാലും രുദ്രാക്ഷങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മളത് അവിടെ പോയി ചോദിച്ചെടുക്കുകയാണ് നല്ലത്. കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ ആലുവ ശിവക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 5-6 ശിവക്ഷേത്രത്തിലുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിലുണ്ട്. സോ ഒട്ടുമിക്ക എല്ലാ ഫേമസ് ശിവക്ഷേത്രത്തിലും ഈ മരം ഉണ്ട്. ശരിക്കും അറിയാതെ പോകുന്നുണ്ടോ രുദ്രാക്ഷത്തിന്റെ ഇമ്പോർട്ടൻസ് കേരളത്തിൽ? ഉണ്ട്, നല്ലോണം ഉണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ട്. എൻ്റെ ചാനൽ ഇട്ടപ്പോൾ എനിക്ക് കമൻസും എല്ലാം വരുന്നത് അവിടെ നിന്നാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അവയർനെസ് കുറവാണ് രുദ്രാക്ഷങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ തലമുറ. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ട് അവരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെയും മരങ്ങളുണ്ട്. അതെ, ഈ ശിവനും രുദ്രാക്ഷവുമായിട്ടുള്ള ബന്ധം എന്താണ് ശരിക്കും? ആക്ച്വലി ശിവന്റെ അക്ഷരത്തിൽ നിന്നും ഉണ്ടായതാണ്, രുദ്രന്റെ അക്ഷരത്തിൽ നിന്നും ഉത്ഭവിച്ചാണ് രുദ്രാക്ഷം. അതുകൊണ്ടാണ് ആ പേര് വന്നത് രുദ്രാക്ഷം. സോ മെയിനായിട്ട് 5 മുഖങ്ങളാണ് എല്ലാത്തിലും ഉണ്ടാവാറ്. 5 മുഖ രുദ്രാക്ഷം. പിന്നെ 1 മുഖം മുതൽ 32 മുഖം വരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നേപ്പാളിൽ. നമ്മുടെ ഇവിടെ കുറവാണ്. ശരി. അപ്പോൾ ഇനി മുന്നോട്ട് എന്താണ്, ഇനി എന്താണ് രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്? ഇനി ഏറ്റവും വലിയ എയിം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് സ്പോട്ട് ചെയ്യാനുണ്ട്. നേപ്പാൾ ബോർഡറിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അത് മാത്രമല്ല മൗണ്ട് കൈലാഷ് ഇപ്പോൾ യാത്രകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ലായിരുന്നു നേപ്പാൾ ആയതുകൊണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാർക്കും അവിടെ എൻട്രി കൊടുത്തിട്ടുണ്ട്. ടിബറ്റൻ ബോർഡർ കഴിഞ്ഞ് നമ്മുടെ മൗണ്ട് കൈലാഷ് അവിടെ പോവുക, ജസ്റ്റ് ഒരു തൊഴുത് വരിക. പിന്നെ മാത്രമല്ല എൻ്റെ റിസർച്ച് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. മണ്ണൂത്തി കാർഷിക സർവകലാശാല അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ ശോഭിത യൂണിവേഴ്സിറ്റി റിലീവ് ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇനിയും രുദ്രാക്ഷ മരങ്ങൾ കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ഞാൻ കുറേ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വയനാട് ഭാഗത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് വയനാട് മൂന്നാർ ഭാഗത്താണ് അധികം മരങ്ങൾ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലീവിൻ്റെ പ്രശ്നം കൊണ്ടാണ് പോകാൻ. അപ്പം ഞാൻ എന്തായാലും ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയി സ്പോട്ട് ചെയ്ത് വരും. എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ രുദ്രാക്ഷ മരം വ്യത്യസ്തമായിരിക്കുമോ? അതിൻ്റെ ഇലകൾ നമ്മുടെ മാവിൻ്റെ ഇലകൾ പോലെ ആയിരിക്കും. പിന്നെ മരത്തിൽ ശിവന്റെ കണ്ണുകൾ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ശിവന്റെ കണ്ണോ? കണ്ണുകളുണ്ട്. ഈ കണ്ണുകൾ മരത്തിലുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് അറിയില്ല ആർക്കും. അപ്പം ഞാനൊരു അമ്പലത്തിൽ പോകുമ്പോൾ തിരുമേനിനെ കാണിച്ചു കൊടുക്കും ശിവന്റെ കണ്ണുകളുണ്ട്. തിരുമേനിക്ക് അറിയില്ല. അപ്പം ഞാനത് കാണിച്ചു കൊടുക്കുമ്പോൾ തിരുമേനി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ശിവന്റെ കണ്ണുകൾ കറക്റ്റ് അറിയാൻ പറ്റും. അല്ല, ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് രുദ്രാക്ഷമരം? സാധാരണക്കാരന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ പല അമ്പലങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് എനിക്കറിയാണ്ട്. ഓ, കാരണം അവരവിടെ വെച്ച കാര്യം ആരോടും പറയാറില്ല അമ്പലത്തിൽ. പക്ഷേ രുദ്രാക്ഷങ്ങൾ താഴെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ അറിയില്ലേ? അത് ഇവർ ഏതെങ്കിലും കോർണറിലാണ് വെച്ചിരിക്കുന്നത് അമ്പലത്തിന്റെ. ഒന്നെങ്കിൽ പടിപ്പുര കഴിഞ്ഞ് ആ അറ്റത്തൊരു കോർണറിൽ. അപ്പം അറിയില്ല. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്കാണ് പെട്ടെന്ന് കാണുമ്പോൾ രുദ്രാക്ഷ ആണല്ലോ എന്ന് മനസ്സിലാകാൻ സാധിക്കും. എനിക്കിതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത്രയും പഠിച്ചാൽ മാത്രമേ. അതെ അതെ, അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാലാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ മരം അവിടെ ഉണ്ട്. ശരിക്കും രുദ്രാക്ഷത്തെ പറ്റി പഠിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടോ? കേരളത്തിൽ കുറവാണ്. നോർത്ത് ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരാളുടെ കയ്യിലെങ്കിലും ഇതേപോലെ രുദ്രാക്ഷത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം അവർക്ക് അതിനെ കുറിച്ച് സ്പിരിച്വലിന്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അവർക്ക് അറിയാം നോർത്ത് ഇന്ത്യയിൽ. സോ അവർക്ക് അതിൻ്റെ അവയർനെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോക്കി. ഈ ശോഭിത യൂണിവേഴ്സിറ്റി മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ രുദ്രാക്ഷത്തിന് റിസർച്ച് ചെയ്യാനായിട്ട്. കേരളത്തിൽ കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ റിസർച്ച് ചെയ്ത് അവിടെ ഒരുവിധം അറിഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ വെൽക്കം ചെയ്ത് തുടങ്ങി ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു പുതിയൊരു കാര്യമാണ് പറഞ്ഞു തന്നത്. മുന്നോട്ടുള്ള വിധികളിലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.